ഇന്ന് രാവിലെ തന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഭയങ്കര ജോലി തിരക്കിട്ടങ്ങ് ചെയ്യുക കേട്ടോ. കാരണം ഇന്ന് വൃദ്ധസദനത്തിലേക്ക് ഒരു പൊതിച്ചോറ് കൊടുക്കാമെന്നോർത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു പൊതിയെ ഞാൻ കൊടുത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് 2 പൊതിയൊക്കെ കൊടുക്കാമേ. അപ്പം ഞാൻ രാവിലെ പാവയ്ക്ക മെഴുക്ക് വരട്ടിയും പയറ് തോരനും പിന്നെ സാമ്പാറും മുട്ട വറുത്തതും കടുമാങ്ങയും ചമ്മന്തിയാണ് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. സാമ്പാർ ഞാൻ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാറാണ്. അത് ഞാൻ ഇതിൽ ഒഴിക്കൂല കേട്ടോ. അത് വേറൊരു കൊച്ചു ഭരണിക്കകത്താക്കി വെക്കാമെന്ന് ഞാൻ ഓർത്തു. എന്നിട്ട് ഞാൻ ഒരു വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്ന് നന്നായിട്ട് അത് വാട്ടി പൊതിയൊന്നും കെട്ടി എനിക്ക് വലിയ ശീലമൊന്നുമില്ല കേട്ടോ. അപ്പം അതിനെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ റെഡിയാക്കാൻ നോക്കുമായിരുന്നേ. അപ്പോൾ ചോറൊക്കെ ആവശ്യത്തിന് വിളമ്പി. ചോറ് ഞാൻ ഇച്ചിരി ഏറെ വിളമ്പിയിട്ടുണ്ട്. കാരണം കഴിക്കുന്നവർക്ക് നന്നായിട്ട് വയർ നിറച്ച് കഴിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്. അവർ നമ്മളെ അപ്പോൾ സന്തോഷത്തോടു കൂടി നമ്മൾ ഓർക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പാവയ്ക്ക മെഴുക്ക് വരട്ടിയും കുറച്ചേറെ പയറ് തോരനും പിന്നെ കടുമാങ്ങ നല്ല ചുട്ടരച്ച ചമ്മന്തിയായിട്ട് പുളിയും ഉപ്പും ഇഞ്ചിയും ഒക്കെ നല്ല ആവശ്യം കറിവേപ്പിലയൊക്കെ വെച്ച് നന്നായിട്ട് ഞാൻ ചുട്ടരച്ചാണ്. ഒരു മുട്ടയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കെട്ടാൻ നോക്കുക. ശകലം പാടൊക്കെ ഉണ്ടായിരുന്നു കെട്ടാൻ. എനിക്ക് പേടിയുണ്ടായിരുന്നു ഇത് പൊട്ടിപ്പോകുമെന്നൊക്കെ ഓർത്തിട്ട്. പിന്നെ ഞാൻ നന്നായിട്ട് ഒരു വിധത്തിൽ ഞാൻ കെട്ടി ഒപ്പിച്ചു എന്നുള്ള കാര്യമാണ്. അങ്ങനെ അതെല്ലാം റെഡിയാക്കി 10:30 ആയപ്പോഴത്തേക്ക് അവർ വരികയും ചെയ്ത് ഞാൻ കൊടുത്തു വിടുകയും ചെയ്തേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ടാറ്റാ. ഇന്ന് രാവിലെ തന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഭയങ്കര ജോലി തിരക്കിട്ടങ്ങ് ചെയ്യുക കേട്ടോ. കാരണം ഇന്ന് വൃദ്ധസദനത്തിലേക്ക് ഒരു പൊതിച്ചോറ് കൊടുക്കാമെന്നോർത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു പൊതിയെ ഞാൻ കൊടുത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് 2 പൊതിയൊക്കെ കൊടുക്കാമേ. അപ്പം ഞാൻ രാവിലെ പാവയ്ക്ക മെഴുക്ക് വരട്ടിയും പയറ് തോരനും പിന്നെ സാമ്പാറും മുട്ട വറുത്തതും കടുമാങ്ങയും ചമ്മന്തിയാണ് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. സാമ്പാർ ഞാൻ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാറാണ്. അത് ഞാൻ ഇതിൽ ഒഴിക്കൂല കേട്ടോ. അത് വേറൊരു കൊച്ചു ഭരണിക്കകത്താക്കി വെക്കാമെന്ന് ഞാൻ ഓർത്തു. എന്നിട്ട് ഞാൻ ഒരു വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്ന് നന്നായിട്ട് അത് വാട്ടി പൊതിയൊന്നും കെട്ടി എനിക്ക് വലിയ ശീലമൊന്നുമില്ല കേട്ടോ. അപ്പം അതിനെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ റെഡിയാക്കാൻ നോക്കുമായിരുന്നേ. അപ്പോൾ ചോറൊക്കെ ആവശ്യത്തിന് വിളമ്പി. ചോറ് ഞാൻ ഇച്ചിരി ഏറെ വിളമ്പിയിട്ടുണ്ട്. കാരണം കഴിക്കുന്നവർക്ക് നന്നായിട്ട് വയർ നിറച്ച് കഴിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്. അവർ നമ്മളെ അപ്പോൾ സന്തോഷത്തോടു കൂടി നമ്മൾ ഓർക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പാവയ്ക്ക മെഴുക്ക് വരട്ടിയും കുറച്ചേറെ പയറ് തോരനും പിന്നെ കടുമാങ്ങ നല്ല ചുട്ടരച്ച ചമ്മന്തിയായിട്ട് പുളിയും ഉപ്പും ഇഞ്ചിയും ഒക്കെ നല്ല ആവശ്യം കറിവേപ്പിലയൊക്കെ വെച്ച് നന്നായിട്ട് ഞാൻ ചുട്ടരച്ചാണ്. ഒരു മുട്ടയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കെട്ടാൻ നോക്കുക. ശകലം പാടൊക്കെ ഉണ്ടായിരുന്നു കെട്ടാൻ. എനിക്ക് പേടിയുണ്ടായിരുന്നു ഇത് പൊട്ടിപ്പോകുമെന്നൊക്കെ ഓർത്തിട്ട്. പിന്നെ ഞാൻ നന്നായിട്ട് ഒരു വിധത്തിൽ ഞാൻ കെട്ടി ഒപ്പിച്ചു എന്നുള്ള കാര്യമാണ്. അങ്ങനെ അതെല്ലാം റെഡിയാക്കി 10:30 ആയപ്പോഴത്തേക്ക് അവർ വരികയും ചെയ്ത് ഞാൻ കൊടുത്തു വിടുകയും ചെയ്തേ. അപ്പോൾ ഇന്നത്തെ വിശേഷം